പുസ്തകം പോലും പുറത്ത് എത്തിക്കില്ല എന്ന് വാശി പിടിക്കുന്നു. എനിക്ക് അതിൽ ഇടതുപക്ഷത്തിനോട് നന്ദിയുണ്ട്. കാരണം ഇടതുപക്ഷം എനിക്കത് അംഗീകാരം തരികയായിരുന്നെങ്കിൽ ഇറ്റ് മേ ക്രിയേറ്റ് എ ഡിസില്യൂഷൻ, ഒരു പുരോഗമന ഒരു സംഗതിയാണെന്ന് വിചാരിക്കായിരുന്നു. അത് ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഷോസ് അതിൻ്റെ ഒരു യഥാർത്ഥ മുഖം. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു പ്രത്യേകിച്ച് അധികാരത്തിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യണത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി അതിലൊരു കഥാപാത്രം കൂടിയാണ്, ആസ് എ പോസിറ്റീവ് ക്യാരക്ടർ. പക്ഷേ അപ്പോൾ പലരും വിചാരിച്ചെന്താ വെച്ചാൽ അനൂപൊക്കെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് കണ്ടിട്ട് അതൊന്നും കുഴപ്പമുണ്ടാവില്ല സഖാവേ ഇതിന് സാങ്ഷൻ കിട്ടാൻ. പക്ഷേ ഇൻ റിയാലിറ്റി യഥാർത്ഥത്തിൽ പിന്നെ സാങ്ഷൻ കിട്ടിയില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ആരതിന് സാങ്ഷൻ ഇപ്പോൾ കൊടുക്കണ്ടേ, അക്കാഡമീഷ്യന്മാർ പിന്നെ സാഹിത്യകാരന്മാരൊക്കെ അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് മോശമാണെങ്കിൽ ചരിത്രത്തിൽ അത് പിന്തള്ളപ്പെടും. അങ്ങനത്തെ ഒരു പ്രോസസ്സിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു സംഗതി ഒരു സാഹിത്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഇതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അപേക്ഷ കൊടുക്കണം. ഈ അപേക്ഷ കൊടുത്തിട്ട് കുറേ നാളുണ്ടായില്ല. സമരം നടത്തണം, നിരാഹാരം നടത്തണം, അനിശ്ചിതകാല നിരാഹാരം നടത്തണം, ആശുപത്രിയിലാവണം. അപ്പോൾ നമ്മളിതിൻ്റെ പാരലായിട്ട് കൊടുത്തിട്ടുള്ള വിവരാവകാശം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് ഹോമിലേക്ക് പോയി, ഇവിടുന്ന് പ്രസിഡന്റ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ട്, ഹോമിലേക്ക് പോയിട്ടുണ്ട്, ഹോമിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ലോ സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ടുണ്ട്, അവിടെ തിരിച്ചു ഹോമിലേക്ക് പോയിട്ടുണ്ട്, CMO ഓഫീസിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലോ സെക്രട്ടറിയുടെ നോട്ട് ഒരു UAPA തടവുകാരനെ എഴുതിയതുകൊണ്ട് അത് UAPA കുറ്റമാകുമോ എന്ന് പരിശോധിക്കണം. ആരേതൊക്കെ പരിശോധിക്കേണ്ടത്? ഒരു കൾച്ചറൽ ഒരു സംഗതിനെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണോ ബേസിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് ആണ്? രണ്ട് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയണത് വേറെയും അത് അവരുടെയൊക്കെ ഒരു ഡിസയറാണ്. ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം MA ബേബിക്ക് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു അധികാരം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ അവർക്കൊന്നും ഒരു സെയില്ല. അത് ഒരു ലോ സെക്രട്ടറി ഹോം സെക്രട്ടറി ആയിരിക്കും അതിലൊരു അഭിപ്രായം എടുക്കുന്നത്. അപ്പോൾ അത് പൊളിറ്റിക്കലിന് നമുക്കിതിനൊന്നും ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നമുക്ക് അല്ല, ഞാൻ പറഞ്ഞത് എക്സ്റ്റൻഷനാണ്. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ. അതായത് ഒരു ഇടതുപക്ഷ, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തോട് അടുക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഒരു ഇഷ്യൂ നമ്മളിപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം, ഒരു തടവുകാരൻ്റെ പുസ്തകം. അപ്പോൾ തടവുകാരൻ്റെ എന്ന് പറയുമ്പോഴാണ് അതിലൊരു ബ്രാക്കറ്റ് വരുന്നത്. അപ്പോൾ ഭരണകൂടം ആയി അത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തന്നെ ഇറ്റ് ഈസ് എ നാച്ചുറൽ തിങ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ സപ്പോസ് ടു ബി ഹോണ്ടഡ്, വേട്ടയാടപ്പെടേണ്ട ഒരാളാണെന്ന് അത് ഭരണകൂടത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്.